ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്പായിസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിത് കാണുന്നത് മീഷോന്ന് വാങ്ങിയ 5 അടിപൊളി കുർത്ത സെറ്റുകളാണ്. ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി കുർത്ത സെറ്റുകൾ. വെറും 500 രൂപ താഴെ റേഞ്ച് വരുന്ന സെറ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളറിൽ വരുന്ന ഒരു അടിപൊളി കുർത്ത സെറ്റാണ്. ഇതിട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അത്ര സൂപ്പർ ഒരു കളറാണ്. ഒരുപാട് കോമൺ ഒന്നും അല്ലാത്തൊരു കളർ. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് സ്മോൾ സൈസാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് യു നെക്കാണ്. നെക്കിൽ ഹെവി എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത്. അതൊരു ഗോൾഡൻ കളറിലെ എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും അത്യാവശ്യം നല്ലപോലെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ സ്ലബാണ്. അത്യാവശ്യം ഒരു ഫങ്ഷനൊക്കെ ഇടാൻ അടിപൊളിയാണ്. പിന്നെ ഈ ടോപ്പിൻ്റെ താഴെയും ഇതുപോലെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. കയ്യിൽ കൊടുത്തേക്കുന്ന സെയിം എംബ്രോയ്ഡറി താഴെയും കൊടുത്തിട്ടുണ്ട്. മറ്റ് വർക്കുകളൊന്നുമില്ല, ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ്. പിന്നെ സ്ലിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ബാക്ക് വശത്ത് പ്രത്യേകിച്ച് യാതൊരു വർക്കും ഇല്ല. ചെറിയൊരു നെക്കാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ വാങ്ങുന്ന ടൈമിൽ 463 രൂപയായിരുന്നു. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് പാൻ്റാണ്. അതിൻ്റെ വേസ്റ്റിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. പാൻറ്റിൽ പ്രത്യേകിച്ച് വർക്കൊന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. പാൻറ്റിൻ്റെ ഫാബ്രിക് വന്നിട്ടും റയോൺ സ്ലബ് തന്നെയാണ്. ഒത്തിരി ടൈറ്റായി കിടക്കുന്നതൊന്നുമല്ല, നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇറുകിയിരിക്കത്തൊന്നുമില്ല. പിന്നെ നമുക്കിതിൻ്റെ ദുപ്പട്ട വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ദുപ്പട്ടയിൽ നിറയെ പ്രിൻറ്റഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും കുറച്ച് ഇലകളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ദുപ്പട്ട ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു എന്താ പറയുക, അത്ര ബ്യൂട്ടിഫുൾ ആണ്. വെറും 464 രൂപയ്ക്ക് ഈ ഒരു സെറ്റ്, അതും അത്യാവശ്യം ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പം നമുക്ക് ഇതിട്ട് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിട്ട് വരുമ്പം ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുണ്ട്. എനിക്കിത് കറക്റ്റ് ഫിറ്റാണ്. സ്ലിറ്റിൽ അവിടെ ചെറിയൊരു ലൂസ് ഉണ്ട്, അവിടെ ഒന്ന് ചെറുതായിട്ട് നടിക്കേണ്ടി വരും. അപ്പം നമുക്ക് അടുത്ത സെറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുത്ത സെറ്റ് വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് വയലറ്റ് കളറാണ്. ഇതിൻ്റെ നെക്കിലും അത്യാവശ്യം നല്ലപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന സൈസ് സ്മോൾ ആണ്. നെക്ക് യൂനെക്കാണ്. അത്യാവശ്യം നല്ലപോലുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത്. ആ സ്ക്വയറിൻ്റെ സൈഡ് ഫുള്ള് ഒരു ചെറിയ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് എന്ന് വന്നിട്ട് 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും ചെറുതായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടും റയോൺ സ്ലബ് തന്നെയാണ്. മീഷോയിൽ ഡിസ്ക്രിപ്ഷനിൽ അവർ പറഞ്ഞേക്കുന്നത് കോട്ടൺ ആണെന്നാണ്, പക്ഷേ പ്യുവർ കോട്ടൺ ഒന്നും അല്ല. അപ്പം ഇതിൻ്റെ ബോട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. ടോപ്പിൻ്റെ താഴെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ടോപ്പ് വന്നിട്ട് സ്ലിറ്റഡ് ആണ്. ടോപ്പിൻ്റെ ബാക്ക് വശത്തും പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ലേ. ബാക്കിൽ നെക്ക് വന്നിട്ട് ചെറിയൊരു ഒത്തിരി ഇറക്കമൊന്നുമില്ലാത്ത ടൈപ്പ് ചെറിയൊരു നെക്കാണ്. പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ പാൻറ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ പാൻറ് വന്നിട്ട് പലാസോ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇത് പലാസോ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഇതൊരു പാൻറ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. ബോട്ടത്തിൻ്റെ താഴെ ഇതുപോലെ കയ്യിൽ, ആ ടോപ്പിൻ്റെ കയ്യിൽ കൊടുത്തേക്കുന്ന അതേ ടൈപ്പ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതും അത്യാവശ്യം ലൂസായിട്ടുള്ള ടൈപ്പാണ്. ഒരുപാട് നമുക്ക് നടക്കാനൊക്കെ കുറച്ച് ഫ്രീ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദുപ്പട്ട വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒഴുകി പോകാത്ത ടൈപ്പ് ഫാബ്രിക് ഇല്ലേ, അങ്ങനത്തെ ടൈപ്പാണ്. പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം ഒരു
സിൽവർ കളറിലെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു സെറ്റാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വാങ്ങുന്ന ടൈമിൽ 458 രൂപയായിരുന്നു. അപ്പം നമുക്ക് ഇത് ഇടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിട്ട് വരുമ്പം ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ ഫിറ്റിങ്സ് എനിക്ക് കുഴപ്പമില്ല. ആ സ്ലിറ്റിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് അടിക്കണം, ബാക്കി എല്ലാം കൊണ്ട് ഓക്കെയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സെറ്റാണ്. ഇതൊരു ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. അവർ റയോൺ ആണെന്ന് പറയുന്നത്. ചെറിയ കോട്ടൺ മിക്സറൊക്കെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ഇടാൻ ഭയങ്കര സുഖമാണ്. ചൂട് സമയത്തൊക്കെ നമുക്ക് അടിപൊളിയായിരിക്കും. എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് സ്മോളാണ്. ഇതിന് നെക്ക് വന്നിട്ട് യു നെക്കാണ്. നെക്കിൻ്റെ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കില്ലേ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് തന്നെയാണ്. സ്ലീവിൻ്റെ അറ്റത്തും ചെറുതായിട്ട് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഫുള്ള് ചെറിയ പൂ പോലത്തെ ഒരു ചെറിയ വർക്ക് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലിറ്റഡ് ആണ്. സ്ലിറ്റിൻ്റെ സൈഡിലും ആ കയ്യിൽ കൊടുത്തേക്കുന്ന അതേ ഡിസൈൻ സ്ലിറ്റിൻ്റെ സൈഡിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് അവർ. ആ താഴെയും സ്ലിറ്റിൻ്റെ സൈഡിൽ മാത്രമല്ല ടോപ്പിൻ്റെ താഴെയിലും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ വാങ്ങുന്ന ടൈമിൽ 325 രൂപയായിരുന്നേ. ഇതിൻ്റെ ബാക്ക് വശം വന്നിട്ട് ചെറിയൊരു നെക്കാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. ബാക്കിൽ പിന്നെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബോട്ടം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ആ നെക്കിൽ കൊടുത്തേക്കുന്ന സെയിം ഡിസൈനാണ് ബോട്ടത്തിൽ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. ഇതും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുമല്ല ഇതിൻ്റെ 325 രൂപയ്ക്ക് ഒരു ടോപ്പും ഒരു ബോട്ടവും ഒക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇത് ഇത്രയും ചെറിയ പ്രൈസിന് ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പം നമുക്ക് ഇതിട്ട് വരുമ്പം ഇങ്ങനെയുണ്ട്. ഞാൻ സ്മോൾ സൈസാണ് എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സൈസ് കൂടെ എടുക്കേണ്ടി വരും. കാര്യം ആ സ്ലിറ്റിൻ്റെ അവിടെ ചെറിയൊരു പിടുത്തമുണ്ട്. എനിക്ക് ഇച്ചിരി കൂടി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇതിൻ്റെ ബോട്ടം പലാസോ ആണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് നോക്കാം. ഈ കുർത്ത സെറ്റ് വന്നിട്ട് ഒത്തിരി യൂട്യൂബേഴ്സ് ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാനിത് കാണാറുണ്ട്. പിന്നെ മീഷോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ പല കളറുകളിൽ എപ്പോഴും കാണാവേ. അപ്പം അങ്ങനെ വന്ന് കുറേ നാളായിട്ട് കാട്ടിൽ ആഡ് ചെയ്ത് വെച്ചത്. അപ്പം പിന്നെ ഇപ്പോഴാണ് വാങ്ങാൻ ഒരു ഇത് കിട്ടിയത്. അപ്പം അങ്ങനെ വാങ്ങി. കളർ വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോ ആണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് വീനെക്കാണ്. നെക്കിൽ വൈറ്റ് കളർ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് തന്നെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഞൊറിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സ്ലീവിലെല്ലാം ചെറിയ വൈറ്റ് കളറ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ആണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് റയോൺ ആണ്. പെട്ടെന്ന് പോകത്തില്ല. പക്ഷേ ഇതെപ്പോഴും നമുക്ക് തേച്ചിടേണ്ടി വരും. പെട്ടെന്ന് ചുളുക്കം വീഴുന്ന ടൈപ്പാണ്. ഇതിൻ്റെ എന്താ പറയുക, ആ യോക്കിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെ ഞൊറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് M ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര വലുപ്പമാണ്. എനിക്ക് തോന്നുന്നു സ്മോൾ എടുത്താൽ പോലും എനിക്കിത് വലുപ്പമായിരിക്കും. എക്സ്ട്രാ സ്മോൾ ആയിരിക്കും എനിക്ക് കറക്റ്റ്. ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഭംഗി കിട്ടില്ല. ഇത് നമ്മുടെ കറക്റ്റ് സൈസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഇതിന് ഭംഗി വരുന്നത്. ഇതിൻ്റെ ബാക്ക് വശത്തും ആ ഫ്രണ്ടിൽ കൊടുത്ത യോക്കിന് ഇവിടെ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഞൊറിഞ്ഞിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് ഡിസൈൻസ് ഒന്നുമില്ല. ഫുള്ള് പിന്നെ പ്ലെയിൻ ആണ്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് വൈറ്റ് കളറാണ്. ഒരുപാട് ഫിറ്റായിട്ടൊന്നും കിടക്കുന്ന ടൈപ്പല്ല. കുറച്ച് ലൂസായിട്ട് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ കിടക്കും. അതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ്. പക്ഷേ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ടോപ്പ് വന്നിട്ട് എയർലൈൻ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഫാബ്രിക് റയോൺ ആണ്. ഒത്തിരി ക്വാളിറ്റി ഒന്നും പറയാനില്ല. കുഴപ്പമില്ല. 385 രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു സെറ്റാണ്. എനിക്കിത് കണ്ടോ, ഒരാളുടെ കയറാനുള്ള വലിപ്പമുണ്ട്. ഭയങ്കര വലിപ്പമാണ്. പക്ഷേ സ്ലീവിൻ്റെ ആ അറ്റത്തെ ആ ഭാഗം കറക്റ്റായിട്ടാണ് കയ്യിൽ നിൽക്കുന്നത്.
ബാക്ക് വശം വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇത്രയും ലൂസ് ഉണ്ട് എനിക്ക്. അപ്പം നമുക്കിനി അടുത്ത സെറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുത്ത സെറ്റ് വന്നിട്ട് ഈ ഒരു ഓഫ് വൈറ്റ് കളറിലെ സെറ്റാണ്. ഇതും മീഷോയിൽ കുറേ നാൾ ആയിട്ട് എപ്പോഴും എന്തിനേലും നോക്കാൻ കയറുമ്പോൾ കാണാറുള്ളതാണ്. അപ്പം ഞാനിത് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിവ്യൂസൊക്കെ ഭയങ്കര നല്ല റിവ്യൂസാണ്. പക്ഷേ എനിക്കിതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാരോ യൂസ് ചെയ്തിട്ട് തന്ന പോലെ നിറയെ നൂലൊക്കെ പൊങ്ങി പൊങ്ങി നിൽക്കുകയാണ്. ഇത് ഇനി വീഡിയോയിൽ അറിയാൻ പറ്റില്ല, പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ ഒട്ടും കൊള്ളില്ല അതിൻ്റെ ഫാബ്രിക്. ഈ ടോപ്പിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. ആ സ്ലീവിൻ്റെ അറ്റത്തും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്ന അതേ സെയിം എംബ്രോയ്ഡറിയാണ്. ഒരു വയലറ്റ് കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. ടോപ്പിൻ്റെ താഴെ വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ സെയിം എംബ്രോയ്ഡറി വർക്ക്. ടോപ്പ് വന്നിട്ട് സ്ലിറ്റഡ് ആണ്. വാങ്ങുന്ന ടൈമിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 508 രൂപയാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡാണ്. ബാക്ക് വശത്ത് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു നെക്കാണ്. ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. അകത്ത് ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇടാൻ. പിന്നെ ഇതിൻ്റെ പാൻറ് വന്നിട്ട് സെയിം കളർ തന്നെ, സെയിം ഫാബ്രിക്, അതായത് കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് തന്നെയാണ്. അതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ ബോട്ടം ഇതുപോലെ തന്നെ സെയിം എംബ്രോയ്ഡറി വർക്ക് ബോട്ടത്തിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട്. ബോട്ടം ടൈപ്പ് വന്നിട്ട് പാൻ്റാണ്. എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ ആൾക്കാരൊക്കെ നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് കിട്ടിയതിൻ്റെ ആണോ എന്നറിയില്ല, ഒട്ടും കൊള്ളില്ല. ഇതിൻ്റെ ദുപ്പട്ട നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ദുപ്പട്ട പറയാതെ പറ്റില്ല കേട്ടോ, അടിപൊളി ദുപ്പട്ടയാണ്. നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. ഈ പർപ്പിൾ കളറിൽ അകത്ത് പർപ്പിളും വൈറ്റും മിക്സ് ആയിട്ട് വരുന്നൊരു ദുപ്പട്ടയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല ഫാബ്രിക്കാണ്. ഈ ടോപ്പും പാൻറ്റും കൊള്ളത്തില്ലെങ്കിലും ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് വേറൊരു ടോപ്പിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായാലും അടിപൊളിയായിരിക്കും. അപ്പം നമുക്കിത് ഇട്ട് വരുമ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കും. എനിക്കിത് കുറച്ച് വലിപ്പമുണ്ട്. എടുത്തേക്കുന്ന സൈസ് മീഡിയം ആയതുകൊണ്ട് കുറച്ച് വലുതാണ്. അത്യാവശ്യം ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.